ഹായ് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണ മിസ് ആണ്. ഇന്ത്യ എന്റെ രാജ്യം, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് മിസ് ഇപ്പൊ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ എല്ലാ വർഷവും ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്നിരുന്നാലും എല്ലാ വർഷവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ നമുക്കുണ്ടാവും. അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളെ കുറിച്ചും ഇന്ത്യ എന്നുള്ള നമ്മുടെ രാജ്യത്തെ കുറിച്ചും ഒക്കെ ഒരു 4ാം ക്ലാസ്സിലെ കുട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ടെക്സ്റ്റ് ബുക്കുകൾ മാറി വന്നു കഴിഞ്ഞാലും ഈ ഒരു ഭാഗം നമുക്ക് എപ്പോഴും പഠിക്കാനുണ്ടാവും. നിങ്ങൾ മുൻ വർഷത്തെ LSSന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ നമ്മുടെ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ഒക്കെ ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ജാലിയൻ വാലാബാഗ് തുടങ്ങിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ വർഷവും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ഈ ഏരിയയിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇന്ന് മിസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം, അപ്പൊ പേരിൽ തന്നെയുണ്ട് ഉപ്പ് അഥവാ സാൾട്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ എത്ര പണക്കാരനായാലും എത്ര പാവപ്പെട്ടവനായാലും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചേർക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ ഉപ്പിന് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വലിയ പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് ഈ ഉപ്പ് എങ്ങനെയാ കിട്ടുന്നത്? കടലിൽ നിന്ന് ഉള്ള ഉപ്പ് വെള്ളം അല്ലെ, ആ ഉപ്പ് വെള്ളം കുറുക്കിയിട്ടൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. അതായത് ഉപ്പ് വെള്ളം നമുക്ക് വളരെ സുലഭമാണ്, കാരണം എന്താ, കടലുണ്ട് എല്ലായിടത്തും. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഉപ്പ് വെള്ളം ബാഷ്പീകരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കിട്ടും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാധനമാണ്. ഈ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരും ഇനി എന്ത് ചെയ്യണ്ട, ഉപ്പ് കുറുക്കണ്ട, ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഉപ്പ് വാങ്ങിക്കോളൂ എന്നുള്ളത്. അതായത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിന് എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് നികുതി ഏർപ്പെടുത്തി, ഭയങ്കര പൈസ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ സാധാരണക്കാർക്ക് കഞ്ഞി വെച്ച് കുടിക്കണമെങ്കിൽ പോലും ഭയങ്കര പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങൾ വളരെ പട്ടിണിയും പരിവട്ടമായിട്ട് ഇരിക്കുക. അപ്പൊ ഏറ്റവും ആവശ്യമുള്ള ഉപ്പിന് പോലും ഇത്രയും പൈസ കൊടുക്കേണ്ട ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവുകയാണ്. അപ്പൊ എല്ലാവർക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ആരെങ്കിലും ഉപ്പ് കുറുക്കി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവരെ പിടിച്ച് എന്ത് ചെയ്യും, ജയിലിനകത്ത് കൊണ്ടുപോയി ഇടും. അത് ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇതിനെതിരെ ആളുകൾ സംഘടിക്കുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സമരത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. അപ്പൊ എന്തായിരുന്നു സമരം? നമ്മൾ ഉപ്പ് കുറുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് കുറുക്കാൻ വേണ്ടിയിട്ട് കടപ്പുറത്തേക്ക് പോവുകയാണ്. ഏത് കടപ്പുറത്തേക്കാ പോകുന്നതെന്ന് അറിയാവോ? ദണ്ഡി കടപ്പുറത്തേക്കാണ് ഉപ്പ് കുറുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ആരംഭിച്ചു. നോക്കിക്കേ നിങ്ങൾ, സാൾട്ട് സത്യാഗ്രഹ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് imposed heavy tax, ഒരുപാട് ഭാരിച്ച നികുതിയാണ് ഉപ്പിന്റെ മുകളിൽ ഏർപ്പെടുത്തിയിരുന്നത്. It was essential food item in our daily life. Indians violated the law. അല്ലെ, ഇവര് ഈ ലോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഇടും. So Gandhiji decided to break the SALT law, thus break the civil law. When people realized the importance of breaking the SALT law, it became an important tool for raising പാട്രിയോട്ടിസം എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആൾക്കാർ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് പോവാ. ഇത് അടുത്തടുത്തുള്ള സ്ഥലമൊന്നും അല്ല കേട്ടോ, ഏകദേശം 300-ലധികം കിലോമീറ്റേഴ്സ് നടന്നാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്ന സമയത്ത് അല്ലെ, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കിടയിലും ഇത് വലിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. അവരെല്ലാവരും തീരുമാനിക്കുകയാണ് ഗാന്ധിജിയുടെ കൂടെ അണിനിരക്കാനും ഇതേപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും ഉപ്പ് കുറുക്കാനും അവർ തീരുമാനിക്കുകയാണ്. അപ്പൊ കേരളത്തിലും സമാനമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. അതായത് കേരളത്തിലെ കടപ്പുറത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപ്പ് കുറുക്കിയിട്ടുണ്ട്. അത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിക്കും. ആരുടെ നേതൃത്വത്തിലാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ഇത്തിരി പോന്ന ഒരു ഉപ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായത് എങ്ങനെയാണ് എന്നുള്ള കഥയാണ് നിങ്ങളുടെ അടുത്ത് ഉപ്പ് സത്യാഗ്രഹം പഠിക്കുന്നത് ിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഏറ്റവും സാധാരണക്കാരുടെ ജീവിതം അല്ലെ,
ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിന് പോലും ബ്രിട്ടീഷുകാര് ഒരു സമാധാനവും കൊടുത്തിട്ടില്ല. അവരെ പോലും ദ്രോഹിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ നിയമങ്ങൾ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. നമ്മൾ ഓരോ ദിവസം ഓരോ ഇതേപോലത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.